സർ, മേ കം ഇൻ? വാടോ. സർ, എൻ്റെ റിക്വസ്റ്റിൻ്റെ കാര്യം. എടോ, താനൊക്കെ എന്തിനാടോ മീശയെ വെച്ച് ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നേ? ഇരുട്ട് പേടിയാണെന്ന്, അതുകൊണ്ട് നേരത്തെ വിടണം പോലും. താൻ ജോയിൻ ചെയ്ത ദിവസം തന്നെ വർക്കിംഗ് ഷെഡ്യൂൾ കാണിച്ചല്ലേ? തനിക്ക് എപ്പോൾ പരാതിയൊന്നും ഇല്ലായിരുന്നല്ലോ. സർ, വർക്കിംഗ് ഷെഡ്യൂളിൽ ലേഡീസിന് മോർണിംഗ് ഷിഫ്റ്റും ജെൻസിന് നൂൺ ഷിഫ്റ്റും ആയിരുന്നു പറഞ്ഞിരുന്നത്. നൈറ്റ് ഷിഫ്റ്റിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ക്രൈസിസ് വരുവാണെങ്കിൽ കമ്പനിക്ക് ടൈമിങ്സ് ഫ്ലക്ച്വേഷൻസ് വരുത്താം എന്നൊരു പോയിന്റ് വർക്കിംഗ് ഷെഡ്യൂളിൽ കണ്ടില്ലേ? അല്ല സാറേ, ടൈമിങ്ങിൽ മാത്രം എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാമോ? തന്നെ കൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലടോ. ഇരുട്ട് പേടിയാണേലേ ജോലി ഇങ്ങനെ റിസൈൻ ചെയ്യും, എന്നിട്ട് വീട്ടിലിരുന്നു. അങ്ങനെ പറയല്ലേ, എന്തേലും. തനിക്ക് സമയാസമയം സാലറിയൊക്കെ അടിച്ച് കിട്ടുന്നില്ലേ? പണിയെടുത്തിട്ട് പോകാൻ നോക്ക്. സർ, ഓക്കെ. ചേട്ടാ, എൻ്റെ ഒരു പതിവ് എടുത്തോ. മോളെ ഇന്ന് കണ്ടേ ഇല്ലല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു. ഭായ്, കപ്പ മീൻകറി പാർസൽ. ठीक है शाता. എടോ, ഏ? ഹൈ. നിങ്ങൾ നൂൺ ഷിഫ്റ്റ് അല്ലായിരുന്നോ? ഇതുവരെ വീട്ടിൽ പോയില്ലേ? ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, നാളെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു സിനിമയ്ക്ക് വന്ന് വെച്ചു. ഒറ്റയ്ക്കോ? ആ, അവളുമാർ നേരത്തെ വീട്ടിൽ പോയി. എടോ, എനിക്ക് ഭയങ്കര തലവേദന. നമുക്കൊരു ചായ കുടിച്ചാലോ? പോയിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. പിന്നൊരു ദിവസം മതിയോ? ഈ രാത്രി എന്ത് തിരക്ക്? കുറച്ച്. അല്ല, ഇനിയിപ്പം ഇരുട്ട് പേടിച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ രണ്ടുപേരും ഒരേ വഴിക്കല്ലേ, ചായ കുടിച്ചിട്ട് ഒരുമിച്ച് പോവാം. ഈ പാട്ട് ഇപ്പോൾ ഒത്തിരി അവിടെ ഇവിടെ ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഇതിപ്പോൾ ഇൻസ്റ്റയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടല്ലേ? ആ, ഇൻസ്റ്റ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊന്നും അറിയുന്നില്ല. എന്തായാലും കേൾക്കാൻ നല്ല രസമുണ്ട്. എടോ, എനിക്ക് ഇരുട്ട് പേടിയാണെന്നുള്ള കാര്യം ഓഫീസിൽ എല്ലാവർക്കും അറിയുമോ? ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നണേ. ശരിക്കും? ഏയ്, അതൊന്നും വലിയ വിഷയമില്ലടോ. താൻ ഈ ചായ കുടിച്ചേ. കുടിക്കും മാഷേ. ആ, ഏലക്കല്ലേ? കൊള്ളാലോ ഇത്. ഏലക്ക ചായ ഒരു വിപ്ലവം തന്നെയാ അല്ലേ? സംശയമുണ്ടോ? പരിപ്പുവട എങ്ങനെയുണ്ട്? പരിപ്പുവട കുഴപ്പമില്ല. പക്ഷേ താൻ ഇന്ന് കൊണ്ടുവന്ന ബിരിയാണി ഇല്ലേ, അതിൻ്റെ രുചി കിടക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നില്ല. താൻ ഈ ബിരിയാണി അല്ലാതെ വേറെന്തൊക്കെ ഉണ്ടാക്കും? ഞാൻ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഉണ്ടാക്കും. ഇങ്ങനത്തെ പ്രിപ്പറേഷന് മീൻ മുളകിട്ട് വെക്കാമെന്നാണ് പറയുന്നത്. ഈ കപ്പയുടെ കൂട്ടത്തിലൊക്കെ ഇത് ബെസ്റ്റാണ്. തലേ ദിവസം വൈകിട്ട് മീൻകറി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കപ്പയും കൂട്ടി പിടിക്കണം. തനിക്കിതൊക്കെ എങ്ങനെ അറിയാം? പണ്ട് ചെറുപ്പത്തിൽ ചേച്ചിയോട് വരുന്ന കുക്കറി ഷോ ഒക്കെ കാണുമായിരുന്നു, അങ്ങനെ പിടിച്ചതാണ്. ഇത്രയൊക്കെ കുക്കിംഗ് അറിയാമെങ്കിൽ തനിക്ക് വല്ല ഷെഫായിട്ടും കയറിക്കൂടെ? എന്തിനാ വെറുതെ ആട്ടും തുപ്പും ഒക്കെ കേട്ട് ഇവിടെ കിടക്കണേ? ആഗ്രഹമില്ലാണ്ടല്ലോ.
വീട്ടിൽ സമ്മതിക്കില്ല കേട്ടോ. ഇപ്പം തന്നെ അടുക്കളയിൽ കയറി ഒരു ബിരിയാണി വെച്ചതൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഉം. തനിക്കെങ്ങനെ കുക്കിംഗ് ഒക്കെ അറിയോ? മാഗി. ആഹാ. എനിക്ക് കുക്കിംഗ് വലിയ വശമില്ലടോ. ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും അങ്ങ് ശരിയാവുന്നില്ല. കുക്കിംഗ് വശമില്ല, കോഡിങ്ങിൽ താൻ പുലിയല്ലേ. താൻ നോക്കിയോ, വൈകാണ്ട് തന്നെ എനിക്ക് പ്രൊമോഷൻ കിട്ടും. ഞാനൊക്കെ ഇങ്ങനെ ഇരിക്കും. എടോ, ആ ഞാൻ തന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ? ആ ചോദിക്കും. അല്ല, താൻ എനിക്ക് വേണ്ടി കുക്ക് ചെയ്ത് തരുമെങ്കിൽ തനിക്ക് വേണ്ടി കോഡിങ് ഞാൻ ചെയ്തോളാം. നല്ലോണം ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറഞ്ഞാൽ മതി.